ഇംഗ്ലീഷ് മാസ്റ്റർ 2024 എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സോ കഴിഞ്ഞ ക്ലാസ്സുകളായിട്ട് നമ്മൾ നോക്കിയിരുന്നത് വെർബിൻ്റെയാണ്. വെർബിൻ്റെ ക്ലാസ്സാണ് നമ്മൾ നോക്കിയിരുന്നത്. സോ നമ്മൾ അതിൻ്റെ കൂടെ ടെൻസും കൂടിയാണ് നോക്കുന്നത്. ഇപ്പോൾ നമ്മൾ ടെൻസിൻ്റെ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കാതെ വേഗം തന്നെ ക്ലാസ്സിലേക്ക് പോവാം. ഓക്കെ, നമ്മൾ നോക്കാം പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്. The present continuous tense is used for actions that are actually going on at the moment of speaking. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതോ അല്ലെങ്കിൽ ഇപ്പോൾ എന്ത് കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ആക്ഷനെയാണ് നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയാം. ഓക്കെ, ഈ സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നത്, ഇപ്പോൾ ഒരാൾ ഷീസ് റൈറ്റിംഗ്, ഇപ്പോൾ ഒരാൾ എഴുതുവാണെങ്കിൽ നമ്മൾ പറയും ഷീസ് റൈറ്റിംഗ്. പ്രസൻറ്റായിട്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളത് ആ കാര്യമാണ് പറയുന്നത്. അതുപോലെയാണ് ഇത് വരുന്നത്. സോ ഇതാണ് നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഐ ആം റൈറ്റിംഗ് എ സ്റ്റോറി, ഞാനൊരു കഥ എഴുതുകയാണ് എന്നാണ് ഇവർ. യു ആർ വാക്കിംഗ് എന്ന് വെച്ചാൽ അവളോ അല്ലെങ്കിൽ അവനോ നടക്കുമായിരുന്നു. ഈസ് സിംഗിങ്, അവൻ പാട്ട് പാടുവാണ്. ഷീ ഈസ് പ്ലേയിങ്, അവ കളിക്കുകയാണ്. എന്ന് വെച്ചാൽ ഈ സമയത്ത് നമ്മൾ കറൻറ്റായിട്ട് പ്രസൻറ്റായിട്ട് നമ്മൾ എന്ത് കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനെയാണ് നമ്മൾ എക്സാക്റ്റായിട്ട് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുക. ഓക്കെ, അതിൻ്റെ വേറെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. We know the answer. We are knowing the answer will not use. അത് യൂസ് ചെയ്യത്തില്ല നമ്മൾ. we know the answer എന്ന് പറയുന്നത് കറൻറ്റായിട്ട് ഇപ്പോൾ ചോദിക്കുക. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, അപ്പോൾ നമ്മൾ ഇപ്പോൾ ക്ലാസ്സിലാണെന്ന് വെച്ചു, ഇപ്പോൾ ടീച്ചർമാർ ചോദിക്കുക, ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോഴത്തേക്ക് പിള്ളേർ we know the answer എന്ന് പറയുമ്പോഴത്തേക്കും അത് പ്രസൻ്റ് ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ ചോദിക്കുക, അപ്പോൾ പറയുക. അതിനാണ് ഇത് പറയുന്നത്. we see a flower, അല്ലെങ്കിൽ നമ്മൾ we are seeing a flower will not use, അങ്ങനെ വരത്തില്ല. we see a flower എന്നേ വരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ സി എ ഫ്ലവറിനെ വരത്തുള്ളൂ. ഓക്കെ, നമുക്ക് നോക്കാം. കം പ്ലസ് ഐ എൻ ജി, അത് കമ്മിങ് എന്ന് വരും. റൈറ്റ് പ്ലസ് ഐ എൻ ജി റൈറ്റിംഗ്. മേക്ക് പ്ലസ് ഐ എൻ ജി മേക്കിംഗ്. ഷേക്ക് പ്ലസ് ഐ എൻ ജി ഷേക്കിംഗ്. അതുപോലെ ഇനി അടുത്തത് എൽ ഐ ഇ, ലൈ പ്ലസ് ഐ എൻ ജി ലൈയിങ്. ഡൈ പ്ലസ് ഐ എൻ ജി ഡൈയിങ്. ഇവിടെ ഡി ഐ ഇ വരുവാണെങ്കിൽ ഡി വൈ ഇവിടെ എല്ലാം വരുന്നത്. എൽ ഐ ഇ ആണെങ്കിൽ എൽ വൈ വരും. എൽ ഐ ഇ തന്നെ വരത്തില്ല. പിന്നെ റണ്ണിങ്, run plus ing running. Put plus ing putting. Sit plus ing sitting. Plant plus ing planning. Cut plus ing cutting എന്നാണ് വരിക. ഓക്കെ, ഇതെല്ലാം സെയിം ആയിട്ട് വരും. ഈ രണ്ടെണ്ണം മാത്രം നമുക്ക് എൽ വൈ ഐ എൻ ജി അങ്ങനെ വരത്തുള്ളൂ. ഇപ്പോൾ ഡി ഐ ഇ ആണെങ്കിൽ ഡി വൈ ഐ എൻ ജി, ഇവിടെ വൈ വരും. ഈ ഐ ഇക്ക് പകരം വൈയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ ക്ലാസ് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. അത് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, ഇന്നത്തെ എൻ്റെ ഈ ക്ലാസ് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിനുള്ള റിപ്ലൈ ഞാൻ ഇടുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിനുള്ള റിപ്ലൈ ഞാൻ ഇടുന്നതായിരിക്കും. സോ അതുപോലെ തന്നെ ക്ലാസ്സുകൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾ എൻ്റെ ഫേസ്ബുക്ക് പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതിൽ ഞാൻ ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ എല്ലാവർക്കും എൻ്റെ അടുത്ത ക്ലാസ്സായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.